ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിലുള്ള എക്സാം കഴിഞ്ഞാൽ ജൂലൈയിലുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽസൊക്കെ വന്നു കഴിഞ്ഞു. എക്സാം ഡേറ്റും അതിനുള്ള കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ ജൂലൈയിൽ നടക്കുന്ന ഒരു എക്സാമാണ്. നമുക്കറിയാം, കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2ൻ്റെ കാറ്റഗറി നമ്പർ വന്നിട്ട് 548/2025 അതിൻ്റെ ആ ഒരു സിലബസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സിലബസിലോട്ട് തന്നെ പോകാം. അപ്പോൾ കൺഫർമേഷനൊക്കെ കൊടുക്കാത്തവർ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുക്കുക. ഈ ഒരു ജൂൺ ലാസ്റ്റ് നടക്കുന്ന ഫസ്റ്റ് ഗ്രേഡ് എക്സാമുകൾ കഴിഞ്ഞാൽ ജൂലൈയിലുള്ള സെക്കൻഡ് ഗ്രേഡ് അതുപോലെ തന്നെ LSTD ഗ്രേഡ് എക്സാമുകളുടെ ഡേറ്റയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുക. നമുക്ക് സിലബസിലോട്ട് പോകാം. നമുക്കറിയാം, ഈ ഒരു ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 2 അതുപോലെ തന്നെ LSTD ഗ്രേഡ് 3 എക്സാമുകളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ആണ്. സോ നിങ്ങളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ IT ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ NIMI ബേസ്ഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാ കോമൺ എക്സാമുകൾക്കും വരുന്നത് പോലെ തന്നെ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമുകൾക്ക് വരുന്നത് പോലെ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അതായത് ഗ്രാഫിക്സ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോയിങ്, ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, സ്കെയില്, പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ. ആ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലുള്ള എല്ലാ ടോപ്പിക്കും അവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് 10 മാർക്കാണ് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് അടുത്ത് വരുന്നത്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നും 6 മാർക്കിനാണ് ചോദിക്കുന്നത്. 6 മാർക്കിനാണ്. ദെൻ അതിൽ തന്നെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ദെൻ മെഷർമെൻറ്റ് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, പോളിഗൺ ആൻഡ് സർക്കിൾസ്, ദെൻ സോളിഡ്സ്, വോളിയം ഓഫ് സോളിഡ്സ്. ഇത്രയാണ് ആ ഒരു യൂണിറ്റ് ആൻഡ് മെൻഷറേഷൻ എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് ചോദിക്കാം. നമ്മുടെ ട്രയാങ്കിൾസ്, പോളിഗൺസ്, അതുപോലെ തന്നെ സർക്കിൾസ്, പിന്നെ സോളിഡ്സിൻ്റെയൊക്കെ വോളിയംസ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 6 മാർക്കിനാണ് ആ ഒരു യൂണിറ്റ്സ് ആൻഡ് മെൻഷറേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും വരുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഓട്ടോകേഡിൽ നിന്ന് നമുക്ക് 8 മാർക്കിനാണ് വരുന്നത്. ഓട്ടോകേഡിൽ നിന്ന് 8 മാർക്കിനാണ് വരുന്നത്. അത് സാധാരണ ഉള്ളതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകേഡ്, അതുപോലെ തന്നെ ബേസിക് കമാൻഡ്, ഡ്രോയിങ് ടൂൾ ബാർ ആൻഡ് മോഡിഫയിങ് ടൂൾ ബാർ, ദെൻ പ്ലോട്ടിംഗ് ആൻഡ് പ്രിൻറ്റിങ്. ഓക്കെ, അപ്പോൾ ഈ ഓട്ടോകേഡ് എന്ന സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ചില എക്സാമുകൾക്ക് ഈ ഒരു ഓട്ടോകേഡിൻ്റെ സബ്ജക്റ്റിൽ നിന്നും റാങ്ക് മേക്കിംഗ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലേ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ കുറച്ച് 8 മാർക്കിനുണ്ട്. സോ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് തന്നെ ഈ ഒരു ഓട്ടോകേഡ് എന്ന സബ്ജക്റ്റും പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് സർവേയിങ്ങിൽ നമുക്ക് 9 മാർക്കിനാണ് ചോദിക്കുന്നത്. സർവേയിങ്ങിലും 9 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ പറയുന്നത് കൺവെൻഷണൽ സർവേയിങ് പറയുന്നുണ്ട്. ദെൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, ലെവലിംഗ് സർവേ, ദെൻ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ലെവലിംഗ്, ദെൻ റിഡക്ഷൻ ഓഫ് ലെവൽസ്, കോണ്ടൂറിങ്, തിയോഡലൈറ്റ് സർവേ, ദെൻ മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയും പറയുന്നുണ്ട്. അതായത് നമ്മുടെ GPS, GIS അതുപോലുള്ള മോഡേൺ ആൻഡ് അഡ്വാൻസ്ഡ് സർവേയിങ് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയും സിലബസിൽ പറയുന്നുണ്ട്. സർവേയിൽ നിന്ന് നമുക്ക് 9 മാർക്കിനാണ് വരുന്നത്. 9 മാർക്കിനാണ് സർവേയിൽ നിന്നും വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് നമുക്ക് 10 മാർക്കിനാണ് വരുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് 10 മാർക്കിനാണ് വരുന്നത്. അതിൽ സ്റ്റോൺ പറയുന്നുണ്ട്, ദെൻ ബ്രിക്ക്, അതുപോലെ ടൈൽസ്, സിമൻറ്റ്, ലൈമ്, അതിൻ്റെ ഫില്ലർ മെറ്റീരിയൽസ്, പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്, റെയിൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്, ദെൻ ടിമ്പർ, ദെൻ ഫൗണ്ടേഷൻ, മേസണറി, റൂഫിംഗ്, ഫ്ലോറിംഗ്, ബിൽഡിംഗ് ഫിനിഷസ്, അതുപോലെ തന്നെ അതിൻ്റെ ആ സർവീസസ്, ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് 10 മാർക്കിനാണ് വരുന്നത്. ദെൻ അടുത്ത് വരുന്നതാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്ന സബ്ജക്റ്റിൽ നിന്നും 10 മാർക്കിനാണ് വരുന്നത്. അവിടെയും ആ ഒരു റൂൾസ് ആൻഡ് ബൈലോസ്, ബിൽഡിംഗ് ബൈലാസ് വരുന്നുണ്ട്. ദെൻ എസ്റ്റിമേഷൻ, അതിൻ്റെ ടൈപ്സ്, റൂൾസ് ആൻഡ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്, റാറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ. അതിൽ ആ ഒരു എസ്റ്റിമേഷനുള്ള എല്ലാ ടോപ്പിക്കും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. 10 മാർക്കിനാണല്ലേ, 10 മാർക്കിനാണ് നമ്മുടെ ആ ഒരു എസ്റ്റിമേഷനിൽ നിന്നും വരുന്നത്. ദെൻ അടുത്തതാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷനിൽ നിന്ന് നമുക്ക് 9 മാർക്കിനാണ് പറയുന്നത്. അതിന്
ആ ഒരു ഇറിഗേഷൻ്റെ ടേംസ് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, ദെൻ റിസർവോയർ, ഡാം, കനാല്, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, ദെൻ മെഷർമെൻറ്റ് ഓഫ് പ്രഷർ, ദെൻ ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് എനർജി. ഓക്കെ, ആ കാര്യങ്ങളാണ് ആ ഒരു ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് വരുന്നത്. 9 മാർക്കിനാണ് നമുക്കവിടെ വരുന്നത് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ഈ ഒരു വാട്ടർ അതോറിറ്റിയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ടോപ്പിക്സ് വരാം. സോ അതിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. അതിൽ നമ്മുടെ ഈ ഒരു ഡെവലപ്മെൻറ്റ് സർഫേസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്, ഒരു പോർഷൻ തന്നെയാണ്. അതിൽ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. നീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രി, ദെൻ ഡിഫറൻറ്റ് മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ്. അങ്ങനെ ആ ഒരു ഡെവലപ്പ് സർഫേസിൽ നിന്ന് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അത്രയും ടോപ്പിക്കിൽ നിന്ന് 3 മാർക്കിനാണ്. ഇങ്ങനെ ഓരോ ടോപ്പിക്കും ഡിവൈഡ് ചെയ്ത് മാർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ 1 ഡെവലപ്പ് സർഫേസ് ആൻഡ് ഇന്റർപെനിട്രേഷൻ ഓഫ് സോളിഡ് ആൻഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അതിൽ ഡെവലപ്പ് സർഫേസിൽ 3 മാർക്ക്, അതുപോലെ തന്നെ ഇന്റർപെനിട്രേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നിന്ന് നമുക്ക് 2 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, ഇതിനടുത്ത് മൊഡ്യൂൾ 2 വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ് ആണ് വരുന്നത്. അതിൽ ഫാസ്റ്റനേഴ്സിൽ നിന്ന് 3 മാർക്കിനാണ് വരുന്നത്. ദെൻ വെൽഡിൽ നിന്ന് 2 മാർക്കിനാണ് വരുന്നത്. ദെൻ ലോക്കിംഗ് ഡിവൈസിൽ നിന്ന് 3 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ പൈപ്പ് ജോയിൻറ്റിൽ നിന്ന് 2 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് സിലബസും ആ ഒരു ഫാസ്റ്റനേഴ്സിലൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരണേന്ന് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. സ്ക്രൂ ത്രെഡ്, ടേംസ്, നോമൻക്ലേച്ചർ, ദെൻ ആ ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ടൈപ്സ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ്, യൂസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ ടൈപ്സ്, നട്ട്സ്, അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം സിലബസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് മൊഡ്യൂൾ 3 വരുന്നത് പൈപ്പ് ജോയിൻറ്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിൻറ്റ്. അതിൽ റിവറ്റഡ് ജോയിൻറ്റിൽ നമുക്ക് കാണുന്നത് 3 മാർക്കിനാണ്. അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ബെൽറ്റ് ഡ്രൈവിൽ നിന്ന് 4 മാർക്കിനും അതുപോലെ ഗിയർ ഡ്രൈവിൽ നിന്ന് 3 മാർക്കിനുമാണ് വരുന്നത്. ഓക്കെ, then അടുത്ത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രോളിക്സിൽ നിന്ന് നമുക്ക് 3 മാർക്കിനാണ്. അതുപോലെ തന്നെ ന്യൂമാറ്റിക്സിൽ നിന്ന് നമുക്ക് 2 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, then അടുത്ത് മൊഡ്യൂൾ 6 ലിമിറ്റ്സ്, ഫിറ്റ്, ടോളറൻസ്. അതിലെല്ലാത്തിൽ നിന്നും കൂടെ ലിമിറ്റ്സ്, ഫിറ്റ്, ടോളറൻസിൽ നിന്ന് നമുക്ക് 4 മാർക്കിന് വരാം. അതിനടുത്ത് ബിയറിങ്സിൽ നിന്ന് അതിൻ്റെ ടൈപ്സ്, അഡ്വാൻറ്റേജ്, അതിലെന്നെല്ലാം ഉൾപ്പെടെ നമുക്കൊരു 4 മാർക്കിന് അവിടെ നിന്ന് എക്സാമിന് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വാട്ടർ അതോറിറ്റി സിലബസിലെ ഓവറോൾ സിലബസ് എന്ന് പറയുന്നത്. വാട്ടർ അതോറിറ്റി എക്സാമിൻ്റെ ഒരു ഓവറോൾ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം. മെക്കാനിക്കൽ പോർഷൻ നമ്മളിൽ പഠിക്കേണ്ടതുണ്ട്. സോ സിവിലിൻ്റെ പോർഷൻ മാത്രമാണ് പഠിച്ചിട്ടുള്ളവർ ഇത്രയും പോർഷൻ കൂടെ ഏകദേശം 30 മാർക്കിനോളം ഈ ഒരു മെക്കാനിക്കൽ പോർഷനിൽ നിന്നും വരുന്നുണ്ട്. സോ അതുകൂടെ നിങ്ങൾ കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നല്ലൊരു അവസരമാണ്. എല്ലാവരും നല്ല രീതിയിലൊക്കെ തന്നെ പഠിക്കുക. നമുക്ക് ചാനലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ക്ലാസ്സും കുറച്ച് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.